Today we are going to study about logic gates. ഇപ്പോൾ ഈ ഗേറ്റ്സ് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടറിയിനകത്ത് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഇൻപുട്ട് സിഗ്നൽ ക്യാച്ച് ചെയ്യാനും ഔട്ട്പുട്ട് സിഗ്നലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടറി ഡിസൈനിൽ നമുക്ക് ആവശ്യമാണ് ബൂളിയൻ ഫങ്ഷൻ. ആ ബൂളിയൻ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ എന്തൊക്കെയാണ്? ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നോട്ട് ഉണ്ട് അല്ലേ? ദാറ്റ് മീൻസ് കോംപ്ലിമെൻ്ററി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇക്വലൻ്റ് ആയിട്ട് ഗേറ്റ് ഉണ്ട്. ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ളൊരു ഡിവൈസ്. ഫിസിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. Logic gates are electronic circuit which operate on one or more binary input signals to produce standard binary output signals. അപ്പോൾ നമ്മൾ ലോജിക് സർക്യൂട്ടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ലോജിക് ഗേറ്റ്സ് ഓർ ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലേ? ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ അകത്ത് ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ശരിക്കും നമ്മൾ എന്താണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോജിക് ഗേറ്റ് ഒരുപാട് ഇൻപുട്ട് വാല്യൂസ്, ബൈനറി ഇൻപുട്ട് സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സെപ്റ്റ് ചെയ്യും. വൺ ഓർ മോർ ബൈനറി ആയിട്ടുള്ള ഇൻപുട്ട് സിഗ്നൽസ്. ബൈനറി ഇൻപുട്ട് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് ആണ് അല്ലേ? ഓൺ ഓഫ്, ദാറ്റ് ഈസ് 0 and 1. അങ്ങനെ ഒരുപാട് വൺ ഓർ മോർ ബൈനറി ഇൻപുട്ട് സിഗ്നൽസ് എന്ത് ചെയ്യും? ഇൻപുട്ടായിട്ട് എടുക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ട് സിഗ്നൽ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബൈനറി ഔട്ട്പുട്ട് സിഗ്നൽ. ദാറ്റ് മീൻസ് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് തന്നെ ഔട്ട്പുട്ട്. ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത് 0 ആകും, 1 ആകും. അപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ അകത്തുള്ള ഒരു മെയിനായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് തന്നെയാണ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് ഇൻ എ കമ്പ്യൂട്ടർ. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ അകത്തുള്ള എല്ലാ മെയിനായിട്ടുള്ള ഒരു കോമ്പണൻറ്റ് തന്നെയാണ് നമ്മുടെ ലോജിക് ഗേറ്റ്. ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. കമ്പ്യൂട്ടർ സർക്യൂട്ട്സ് ആർ ബിൽറ്റ് അപ്പ് യൂസിങ് കോമ്പിനേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ് ടു പെർഫോം ദ നെസസറി ഓപ്പറേഷൻ. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലത്തെ എല്ലാ സർക്യൂട്ടും, ഇലക്ട്രോണിക് സർക്യൂട്ടും മെയ്ഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ലോജിക് ഗേറ്റിൻ്റെ പല ഡിഫറെൻറ്റ് ലോജിക് ഗേറ്റിൻ്റെ കോമ്പിനേഷൻസ് ആണ്. പല രീതിയിൽ കോമ്പിനേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സർക്യൂട്ടൊക്കെ ബിൽട്ടപ്പ് ചെയ്യുന്നത്, ആവശ്യമുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ. എ വെറൈറ്റി ഓഫ് ലോജിക് ഗേറ്റ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ആൻഡ് ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്, നാൻഡ് ഗേറ്റ് ഉണ്ട്, നോർ ഗേറ്റ് ഉണ്ട്, എക്സ് നോർ ഉണ്ട്, എക്സ് നാൻഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് എന്തുണ്ട്? ലോജിക് ഗേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോജിക് ഗേറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈച്ച് ഗേറ്റ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രാഫിക് സിംബൽ. ഓരോ ഗേറ്റിനെയും നമുക്കിപ്പോൾ ലോജിക്കലി റെപ്രസെൻ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ഒരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് സർക്യൂട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ട് കാണിക്കണമെങ്കിൽ ഓരോ ഗേറ്റിനും അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട്? ഗ്രാഫിക് സിംബൽ ഉണ്ട്. ഓക്കെ, ആൻഡ് ആ സിംബൽ കാണുമ്പോൾ നമുക്കറിയാം അതെന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. And its operation can be described by means of an algebraic expression. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഈ ലോജിക് ഗേറ്റിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ബൈ മീൻസ് ഓഫ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ദാറ്റ് മീൻസ് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ നിങ്ങൾക്ക് തരാണ്. അപ്പോൾ ആ ബൂളിയൻ എക്സ്പ്രഷൻ്റെ അകത്ത് ആൻഡ് ഓപ്പറേഷൻ ഉണ്ടാവും, ഓർ ഓപ്പറേഷൻ ഉണ്ടാവും, നോട്ട് ഓപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇക്വലൻ്റ് ആയിട്ട് എന്തുണ്ട്? ലോജിക് ഗേറ്റ് ഉണ്ട്. ആ ഓരോ ഗേറ്റിനെയും ഇപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഗേറ്റ് ആൻഡ് ഗേറ്റ്, ആ ആൻഡ് ഗേറ്റിനെ നമ്മൾ പ്രത്യേക രീതിയിലാണ് എന്ത് ചെയ്യുക? റെപ്രസെൻ്റ് ചെയ്യുക. പിന്നെ ഓർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് നമ്മൾ വേറെ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ദ ബൈനറി ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓഫ് ദി ബൈനറി വേരിയബിൾസ് ഫോർ ഈച്ച് ഗേറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേബിളർ ഫോം ബൈ എ ട്രൂത്ത് ടേബിൾ. ഇപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ഓരോ ഗേറ്റ് എടുക്കുന്ന ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്നൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. വേരിയസ് ലോജിക് ഗേറ്റ്സ് ആർ ഡിസ്കസ്ഡ് ബിലോ. അത് പറയുന്നത് വേരിയസ് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ലോജിക് ഗേറ്റ്സ്? ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ഡിജിറ്റൽ സർക്യൂട്ടിൻ്റെ അകത്തുള്ള
ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് നമ്മുടെ ലോജിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. ഓരോ ലോജിക് ഗേറ്റിനും അതിൻ്റെതായിട്ടുള്ള ഗ്രാഫിക് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലോജിക് ഗേറ്റ് ബൈനറി ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. 1 or more ബൈനറി വാല്യൂസിനെ ഇൻപുട്ട് ആയിട്ട് എടുക്കുകയും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബൈനറി ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ബൈനറി അവിടെ പ്രത്യേകം പറയണം, കാരണം 0 or 1 ആണ്, ഓൺ ആൻഡ് ഓഫ് ആണ് അല്ലേ. പിന്നെ നമുക്ക് എല്ലാ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള സർക്യൂട്ടിൻ്റെ അകത്ത് ഒക്കെ മെയിനായിട്ട് നമ്മൾ എന്ത് ഗേറ്റ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ലോജിക്കൽ ഗേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേറ്റ്സ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ആൻഡ് ഗേറ്റ്. ഓക്കെ, an AND gate is the physical realization of the logical multiplication and operation. That means ഒരു ബൂളിയൻ എക്സ്പ്രഷൻ, ആ ബൂളിയൻ എക്സ്പ്രഷൻ്റെ അകത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒക്കെയുള്ള ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ, ലോജിക്കൽ ആൻഡ് അല്ലേ. അപ്പോൾ ലോജിക്കൽ ആയിട്ടുള്ള അതിനെ നമുക്ക് ഫിസിക്കലി ആക്കി മാറ്റണം, ഫിസിക്കൽ അതിൻ്റെ ഓപ്പറേഷൻ നടത്തണം. ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിസിക്കലാണ്. അപ്പോൾ ആ ഫിസിക്കലാക്കി മാറ്റാൻ വേണ്ടി, ആ ഫിസിക്കൽ റിയലൈസേഷന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്നത്. ഏതിൻ്റെ ഫിസിക്കൽ? ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ. ഓക്കെ, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ്റെ ഫിസിക്കൽ റിയലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആൻഡ് ഗേറ്റ്. ദാറ്റ് മീൻസ് ലോജിക്കലി നമ്മൾ ഓപ്പറേഷൻസ്, ആൻഡ് ഓപ്പറേഷൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 1 and 1 എന്ന് പറയുന്നത് 1 ആണ്. 0 and 1 എന്ന് പറയുന്നത് 0 ആണ്. 1 and 0 എന്ന് പറയുന്നത് 0 ആണ്. 0 and 0 എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ദ ലോജിക്കൽ തിങ്സ്, വി നോ ദാറ്റ്. അപ്പോൾ അതിൻ്റെ റിയലൈസേഷൻ കൊണ്ടുവരണം, ഫിസിക്കൽ ആയിട്ടുള്ള റിയലൈസേഷൻ സർക്യൂട്ട് ആയി നമുക്ക് കൊണ്ടുവരണം അല്ലെ, ആ ഓപ്പറേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഗേറ്റ് ഉപയോഗിക്കുന്നത്? ആൻഡ് ഗേറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് generates an output signal of 1. Output signal and 1 എപ്പോഴാ പ്രൊഡ്യൂസ് ചെയ്യുക? if all the input signals are 1 അല്ലേ. എല്ലാ ഇൻപുട്ട് സിഗ്നൽസും 1 ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ആൻഡ് ഗേറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യൂ? 1 പ്രൊഡ്യൂസ് ചെയ്യൂ. ബാക്കി എല്ലാ കേസസിലും ആൻഡ് ഗേറ്റ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? 0 ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഓഫ് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. അപ്പോൾ ആൻഡ് ഗേറ്റ് എടുക്കുന്ന എല്ലാ ഇൻപുട്ടും ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ, ദാറ്റ് മീൻസ് എല്ലാം 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഓക്കെ, ദ ആൻഡ് ഗേറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 or more inputs. 2 അതിലധികമോ ഇൻപുട്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആൻഡ് ഗേറ്റ് കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട്, ഒരു സിംഗിൾ ഔട്ട്പുട്ടും ഉണ്ടാവും. ദ ഗ്രാഫിക് സിംബൽ ഓഫ് എ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഈസ് ഷോൺ ബിലോ. ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് എ, ബി. അപ്പോൾ ശ്രദ്ധിക്കുക, ആൻഡ് ഗേറ്റിന് എന്തുണ്ടായിരിക്കണം? 2 ഇൻപുട്ട് എന്തായാലും ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യില്ല. മിനിമം 2 ഇൻപുട്ട് എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ എന്താ ഉണ്ടാവുക? ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ടിനെ നമ്മൾ ആൻഡ് ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫിക് സിമ്പിളാണ് എന്താണ്? ഒരു സെമി സർക്കിൾ അല്ലേ വരച്ചിട്ടുണ്ട്. 2 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്താ വരുന്നത്? എ ആൻഡ് ബി, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. The input-output relationship of the 2 input AND gate is expressed in the following truth table. Already നമുക്ക് ANDന്റെ ട്രൂത്ത് ടേബിൾ ഒക്കെ അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ 2 വേരിയബിളിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ, ബി. പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 2⁴ ആയിരിക്കും. 2 വേരിയബിൾസ് ആണുള്ളത് അല്ലേ. സോറി, അപ്പോൾ 2⁴, ദാറ്റ് ഈസ് 4 ആയിരിക്കും. 2⁴. അപ്പോൾ എത്ര വേരിയബിൾസ് ഉണ്ടോ? n² ആണ്. അപ്പോൾ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾസ് ആണ്. അപ്പോൾ 2⁴ ഫോർ കോമ്പിനേഷൻ 0 0 0 1 1 0 1 1. അപ്പോൾ ഈ ഒക്കെ കേസസിൽ എന്താ വരുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് 0 ആണ്. എല്ലാ ഔട്ട്പുട്ടും ഒന്നാവുമ്പോൾ, ഇൻപുട്ട് ഒന്നാകുമ്പോൾ
Observe that the output is 1 if input A and input B are both equal to 1. രണ്ടും 1 ആകുമ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 ലഭിക്കുന്നു. Otherwise the output is 0. The next gate is OR gate. An OR gate is the physical realization of the logical addition or നമ്മുടെ ലോജിക്കൽ അഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് ലോജിക്കൽ അഡിഷൻ. അപ്പോൾ ലോജിക്കൽ അഡിഷൻ ചെയ്യുന്ന സമയത്ത് 0 or 0 0 ആണ്. ദെൻ 0 or 1 വരുന്ന സമയത്ത് നമുക്ക് 1 ആണ് കിട്ടിയത്. പിന്നെ 1 or 0 വരുന്ന സമയത്ത് 1 or 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 0 or 0 എല്ലാം 0 ആയി കഴിഞ്ഞാൽ ഇൻപുട്ട് എല്ലാം 0 ആയി കഴിഞ്ഞാൽ മാത്രമേ ഔട്ട്പുട്ട് 0 ആവുന്നുള്ളൂ ഓറിന്. ഓക്കെ, ഓർ ഗേറ്റ്. അപ്പോൾ ആ ഓർ ഗേറ്റിന്റെ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഓർ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് ദാറ്റ് ജനറേറ്റ്സ് an output signal of 1 if any of the input signal is 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നൽ 1 ആവുകയാണെങ്കിൽ that means ഓൺ ആവുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓൺ ആയിരിക്കും. that means 1 ആയിരിക്കും. എല്ലാ ഇൻപുട്ട് സിഗ്നലും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. The OR gate is composed of 2 or more input and a single output. അപ്പോൾ ശ്രദ്ധിക്കുക, മിനിമം എന്തുണ്ടായിരിക്കണം? 2 ഇൻപുട്സ് OR ഗേറ്റ് ഉണ്ടായിരിക്കണം. OR ഗേറ്റ്സിന്റെ സിമ്പിൾ ശ്രദ്ധിക്കണേ. ഇവിടെ ഇങ്ങനെ എന്താണ്? കുറച്ച് കർവ്ഡ് ആയിട്ടാണുള്ളത്. നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു അല്ലേ? ഇവിടെ OR ഗേറ്റിന് എന്താണ്? കുറച്ച് കർവ് ആയിട്ടാണുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് നന്നായിട്ട് കർവ് ആയിട്ടാണുള്ളത്. A or B. The graphic symbol of 2 input OR gate is shown below. Next, the input output relationship of the 2 input OR gate is expressed in the following truth table. അപ്പോൾ inputs A, B, 2 variables are there. Then 2 raised to 2, that means 4 possible combinations are there. 0, 0, 0, 1, 1, 0, 1, 1. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ബോത്ത് ഇൻപുട്സ് ആർ 0, ദ ഔട്ട്പുട്ട് വിൽ ബി 0. അതർവൈസ് ദ ഔട്ട്പുട്ട് വിൽ ബി 1. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. എല്ലാ ഇൻപുട്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒബ്സർവ് ദാറ്റ് ദ ഔട്ട്പുട്ട് ഈസ് 1 if input A or input B or both inputs are 1. Otherwise the output is 0. And the next gate എന്ന് പറയുന്നത് NOT gate ആണ്. അപ്പോൾ NOT gate is the physical realization of the complementation operation. നമ്മളപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കോംപ്ലിമെന്റ്. 0 അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 ആണ് ഇൻപുട്ട് എങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഇത് നമ്മുടെ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. ദാറ്റ് ജനറേറ്റ്സ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ വിച്ച് ഈസ് ദ റിവേഴ്സ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ എന്താണോ ആ ഇൻപുട്ട് സിഗ്നലിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് നമ്മുടെ എന്ത് വരുന്നത്? നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എ നോട്ട് ഗേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻവേർട്ടർ. നോട്ട് ഗേറ്റിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക, ഇൻവേർട്ടർ. ബിക്കോസ് ഇറ്റ് ഇൻവേർട്ട്സ് ദ ഇൻപുട്ട്. ഇൻപുട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിൻസ് ദ കോംപ്ലിമെന്റേഷൻ ഓപ്പറേഷൻ ഇസ് എ യുണറി ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ബൈനറിയും ഓർ ഒക്കെ എന്താണ്? നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആൻഡ് ഓപ്പറേഷനും ഓർ ഓപ്പറേഷനും ഒക്കെ ബൈനറി ഓപ്പറേഷൻ ആണ്. ബൈനറി മീൻസ് അതിന് 2 ഇൻപുട്ട് എങ്കിലും ആവശ്യമാണ്. ബട്ട് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് യുണറി ഓപ്പറേഷൻ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് നീഡ് ഓൺലി 1 ഇൻപുട്ട് which is defined on a single variable. അതുകൊണ്ടാണ് യുണറി ഓപ്പറേഷൻ ആണ്. ഒരു സിംഗിൾ വേരിയബിൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. എ നോട്ട് ഗേറ്റ് ഓൾവേസ് ഹാസ് എ സിംഗിൾ ഇൻപുട്ട്. എല്ലായ്പ്പോഴും ഒരു സിംഗിൾ ഇൻപുട്ട് മാത്രമേ ഉണ്ടാവും. എല്ലായ്പ്പോഴും ഒരു സിംഗിൾ ആയിട്ടുള്ള ഇൻപുട്ട് ഉണ്ടാവും. ഒന്ന് കൂടുതലായിട്ടുള്ള ഇൻപുട്ട് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ഇൻപുട്ട് മാത്രമേ ഉണ്ടാവും. ദ ഗ്രാഫിക് സിംബൽ ഓഫ് നോട്ട് ഗേറ്റ് ഈസ് ഷോൺ ബിലോ. ശ്രദ്ധിക്കുക, ഗ്രാഫിക് സിഗ്നല് ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ്. അതിന്റെ ഇവിടെ എന്തോ ഒരു സർക്കിളും ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ഇൻപുട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് കൂടുതൽ ഇൻപുട്ട് ഉണ്ടാവില്ല. ഓൺലി 1 ഇൻപുട്ട് മാത്രമേ നോട്ട് ഗേറ്റിന് ഉണ്ടാവും. ദാറ്റ് ഈസ് വൈ ദാറ്റ് ഈസ് നോൺ ആസ് യുണറി ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്.
അപ്പോൾ ഇതിന്റെ എ ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ആയിരിക്കും. ദ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഓഫ് ദി നോട്ട് ഗേറ്റ് is expressed in the following truth table. അപ്പോൾ ഇൻപുട്ട് സപ്പോസ് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. ഇൻപുട്ട് 1 ആണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പൊ ഈ 3 ഗേറ്റിനെയും നമുക്ക് പ്രൈമറി ആയിട്ടുള്ള ഒരു ഗേറ്റ് ആണ് ഈ 3 കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് എന്നൊക്കെ പറയുന്ന പ്രൈമറി ആയിട്ടുള്ള ഗേറ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നാൻഡ് ഗേറ്റ് ആണ്. അപ്പൊ ആ പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഗേറ്റ് ഉണ്ട്, ആൻഡ് എന്ന് പറയുന്ന ഒരു പേരുണ്ട് അതിൻ്റെ അകത്ത് അല്ലെ, ആൻഡ് ഗേറ്റ് ഉണ്ട്. ആ ആൻഡിനെ എന്താക്കി മാറ്റാണ്, നോട്ട് ആക്കി മാറ്റാണ്, കോംപ്ലിമെന്റ് ആക്കി മാറ്റാണ്. അതാണ് നാൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചുള്ള ആൻഡ്, ഓർ, നോട്ട് എന്നൊക്കെ പറയുന്നത് പ്രൈമറി ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഗേറ്റ് ആണ്. ആ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ഗേറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് ഇസ് എ കോംപ്ലിമെന്റഡ് ആൻഡ് ആണ്. അപ്പൊ ആൻഡ് ഓപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, അതിന്റെ കോംപ്ലിമെന്റേഷൻ ആണ് ഇത് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് നെയിം ഇസ് ആൻ അബ്രിവേഷൻ ഓഫ് നോട്ട് ആൻഡ്. ഓക്കെ, നോട്ട് ആൻഡ്, നോട്ട് എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലിമെന്റ്, ആൻഡിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. ദിസ് ഗേറ്റ് ഈസ് ഇക്വാലന്റ് ടു ആൻ ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ എ ഇൻവെർട്ടർ നോട്ട് ഗേറ്റ്. അപ്പൊ നമ്മളിവിടെ ഇതിന്റെ സിമ്പിൾ നോക്കി, ഇതിന്റെ ഗ്രാഫിക് സിമ്പിള് ഇപ്പൊ ആൻഡിന്റെ സിമ്പിൾ ആണ്. പിന്നെ ഇവിടെ ഒരു സർക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. സർക്കിൾ എന്തിനാ സൂചിപ്പിക്കുന്നത്, നോട്ട് ചെയ്യുന്നത്, ആൻഡിന് കിട്ടുന്ന നമ്മുടെ റിസൾട്ട്, ആൻഡ് ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് മീൻസ് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്കൽ സിമ്പലിനെ കുറച്ചുകൂടെ ഇൻ ഡെപ്ത്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരച്ചതാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത്. അതെന്താണ്, ആൻഡ്. അപ്പൊ ആൻഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ആൻഡ് ബി. അതിനെ നമ്മൾ എന്താണ്, നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബി കോംപ്ലിമെന്റ് കിട്ടും. ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. This gate is equivalent to an AND gate followed by an inverter NOT gate. The output of the NAND gate will be 1 if any of the inputs is 0. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയി കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ആൻഡ് എന്തായിട്ടാ മാറുക, 0 ആണല്ലോ. അപ്പൊ ആൻഡിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി 0 only if all the inputs are 1. എല്ലാ ഇൻപുട്സും 1 ആവുകയാണെങ്കിൽ ആൻഡിന്റെ റിസൾട്ട് എന്താ കിട്ടുക, 1. അതിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, thus the output of the NAND gate is exactly the reverse of the AND gate. AND ഗേറ്റിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിന്റെ എക്സാക്ട്ലി ദ റിവേഴ്സ് ആണ് നമ്മളെ NAND ഗേറ്റിൽ കിട്ടുക. The graphic symbol of a 2-input NAND gate and its equivalency to an AND gate followed by an inverter, that means NOT gate, is shown below. So for the first figure, the left side figure എന്താ പറഞ്ഞിരിക്കുന്നത്, AND operation. അപ്പൊ 2 ഇൻപുട്സ് കൊടുത്തിട്ടുണ്ട്, എ ആൻഡ് ബി. അതിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ആൻഡ് ബി കോംപ്ലിമെന്റ് ആണ് കിട്ടുക. അപ്പൊ എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ ദാറ്റ് ഈസ് ഇക്വാലന്റ് ടു നമ്മളിപ്പോ ആൻഡ് ഗേറ്റ്. ദിസ് ഇസ് ആൻഡ് ഗേറ്റ്, ഇൻപുട്സ് എ ആൻഡ് ബി, ദ ഔട്ട്പുട്ട് വിൽ ബി എ ബി. അത് നോട്ടിലൂടെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി കോംപ്ലിമെന്റ് കിട്ടും. എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ് നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അതിന്റെ ജസ്റ്റ് റിവേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് കോംപ്ലിമെന്റ് ഫോം, അതാണ് നമ്മുടെ നാൻഡ് ഗേറ്റ്. അത് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.